അപ്പോൾ ഇതാണ് നമ്മളെ കേറ്റിലെ സ്ഥാനാർത്ഥി കേട്ടോ ഫ്രണ്ട്സ്. ബുള്ളറ്റുമാനുമാണ്. മുത്തന്നൂർ പുൽപ്പറ്റ പഞ്ചായത്ത് 4-ാം വാർഡിലാണുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ആരവങ്ങൾ കഴിഞ്ഞു, വിജയാഘോഷങ്ങൾ കഴിഞ്ഞു, ഒരുപാട് ട്രെൻഡിങ് വീഡിയോസ് കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിജയമാണ് അതല്ലേ. ഒരു പെട്ടെന്ന് കാണുന്ന യാദൃശികമായിട്ട് കിണറ്റിലിറങ്ങണ്, ആലിംഗനം ചെയ്യണ്, കയറി പോരുന്നു. അപ്പോൾ ആളാണ് നമ്മളെ കൂടെ ഉള്ളത്. പേരെന്തേനും? ഉസ്മാൻ. പുൽപ്പറ്റ പഞ്ചായത്ത് 6-ാം വാർഡ് അല്ലേ, 4-ാം വാർഡ്. എൻ്റെ പഞ്ചായത്ത് തന്നെയാണ്. എന്താണ് ശരിക്കും ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ളത്? ഒരു ആവേശത്തിന്റെ പുറത്താണോ അതോ? ആവേശത്തിന്റെ പുറത്ത് ഇറങ്ങിയതാണ്. പ്രവർത്തകർ എത്തിയപ്പം പ്രവർത്തകർ ഷാബുക്ക കിണറ്റിലാണെന്ന് പറഞ്ഞതോടുകൂടി ഞാൻ കിണറ്റിൽ ഇറങ്ങൽ കഴിഞ്ഞു. അപ്പൊ ഷാബുക്കാണത്. ഷാബുക്ക നിങ്ങൾ ഇവിടുത്തെ വോട്ടറാണോ? ആ, മൂപ്പർക്കാണ് വോട്ട് ചെയ്ത്. ഏതായാലും സംഭവം വൈറലായി അല്ലേ. അതിന് ശേഷം ഒരുപാട് മാധ്യമങ്ങളൊക്കെ വന്ന് വീഡിയോ ചെയ്തു. ഒരുപാട് മാധ്യമങ്ങൾ വന്നു. അന്ന് പക്ഷെ ഇന്ന് ഇത്ര ആയിട്ടില്ല എന്ന് തോന്നിട്ടോ കിണറിന്റെ പണി. കാരണം മെഷീൻ ഒരു കുറവുണ്ട്. മെഷീനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത് അല്ലേ. ആ, പിന്നെ ആ സമയത്ത് പിന്നെ ഇറങ്ങാണ്ടായിട്ടുള്ള പ്രചോദനം ഉണ്ടാവൂലേ? അത് പാർട്ടി പ്രവർത്തകന്മാർ പറഞ്ഞു ഷാബുക്ക കിണറ്റിലാണെന്ന്. കിണറ്റിൽ പ്രകടനം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രകടനം അവിടെ വണ്ടി ബ്ലോക്ക് ചെയ്താണ് പ്രകടനം. ഞാൻ വീട്ടിലേക്ക് അഭിവാദ്യം അർപ്പിച്ച് ഇങ്ങനെ പോരാണ്. ആ പോരുന്ന സമയത്താണ് ഷാബുക്ക കിണറ്റിലാണെന്ന് പ്രവർത്തകനോട് പറയണത്. അത് കേട്ടതോടുകൂടി ഞാൻ കിണറ്റിക്ക് പിന്നെ ഒന്നും ആലോചിച്ചില്ല. കയറി പിടിക്കൽ, ഇറങ്ങലും കയറലും കഴിഞ്ഞു. അപ്പൊ ആരാ വീഡിയോ ചെയ്യണത്? വീഡിയോ ഇവിടുത്തെ നാട്ടുകാർ ആരോ ഒരാള് എടുത്തതാണ്. പക്ഷേ സോഷ്യൽ മീഡിയ തിരങ്കായി കൊടുക്കുകയാണ്. പിന്നെ ഷാബുഖാനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കിണർ പണിന്റെ സർവ്വ മേഖലകളിലും എത്രയോ വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. അതിന്റെ മിഷനറി കാര്യങ്ങൾ സ്പീഡിൽ കിണർ പണി എങ്ങനെ എടുക്കാം എന്ന് അറിയണ ഒരാളും കൂടിയാണ് ഷാബുഖ. മൂപ്പര് അന്നും ജോലിക്ക് പോയി. റിസൾട്ടിന്റെ അന്നും ഇതെന്തായാലും ജയിക്കും, ഞാൻ ജോലിക്ക് പോകാനാണ് പോയി. അതിപ്പോ അപ്പൊ തന്നെ ഓൻ വന്നപ്പോ എന്താണ് ആഹ്ലാദം വന്നപ്പോ മൂപ്പര് കിണറ്റിലാണ്. ഉസ്മാനെ സംബന്ധിച്ചിടത്തോളം ഒരു വോട്ട് ചെയ്ത സഹപ്രവർത്തകന് കൂടെ നിന്ന ഒരാള് കിണറ്റിലല്ല ഇനി മരത്തിന്റെ ഉള്ളിലായാലും എവിടെയാണെങ്കിലും കയറിയിട്ട് അഭിനന്ദിക്കാന്നുള്ളതാണ്. അതാണ് ഇങ്ങനത്തെ ഒരു വാർഡ് മെമ്പറാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ എന്താ പറയാ, വിഭജനത്തിന്റെ ഭാഗമായിട്ട് വെട്ടിച്ചുരുക്കിയിട്ടുള്ള വാർഡാണ്. പുതിയ കൂട്ടിച്ചേർത്ത ഏരിയയാണ് ഈ പ്രാവശ്യം ആയതാണ്. ഇതിന് മുന്നേ ഒരു നേതാവ് നമുക്ക് ഒരു രാഷ്ട്രീയത്തില് കിണറ്റിലിറങ്ങിയിട്ട് വൈറലായത് ഓർമ്മയുണ്ടോ? നികേഷ് കുമാർ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനുശേഷം രണ്ടാമതാണ് നമ്മളെ ഉസ്മാൻ പൂച്ചെങ്കല്. ആ ഒരു ചരിത്രം കൂടി ഉണ്ടായിക്കോട്ടെ. അല്ല ഷാബുക്ക, ഈ കിണർ പണിയൊക്കെ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായോ? ഒരു 10-25 വർഷം. നമ്മളെ കുലത്തൊഴിൽ തന്നെയാണല്ലേ അല്ലേ? അപ്പോൾ പിന്നെ മെഷീനൊക്കെ ഉപയോഗിച്ചാണ് പെട്ടെന്ന് കിണർ പണി പരിപാടി. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഷാബുഖാനെ ഒന്ന് പരിചയപ്പെടുത്താൻ. കിണർ പണി എവിടെ ഉണ്ടെങ്കിലും വിളിച്ചോളിട്ട്. കാരണം ഏതായാലും വൈറലായതാണ്. കോൺടാക്ട് നമ്പർ കൊടുക്കല്ലേ നമുക്ക്? അല്ല, ഞാൻ നമ്പർ എഴുതി കൊടുക്കാം കേട്ടോ. ഏതായാലും കാണാൻ പറ്റിയില്ലെങ്കിൽ ഒരുപാട് സന്തോഷം. നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. എന്താ നിങ്ങൾക്ക് പറയല്ലേ? ഇതാരാണ് നമ്മളെ കാരണവരാണല്ലേ? വളരെ ഉഷാറായി അല്ലേ? പരിപാടി വളരെ ഗംഭീരമായി. വൈറലാവാൻ ഓരോ കാരണങ്ങളാണ്. കാരണം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് എന്തൊക്കെ സംഗതികൾ എപ്പോഴൊക്കെ എന്നുള്ളത് ഒരുപാട് വീഡിയോസ് നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ചെമ്പേറ്റ് പോണതും അതുപോലെ തന്നെ പൊതുവേ കേരളത്തിൽ, രാഷ്ട്രീയ കേരളത്തിൽ പിന്നെ UDF തരംഗമാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മളുള്ളത് അല്ലേ? എന്നാൽ രാഷ്ട്രീയപരമായിട്ട് ആരും കാണണ്ട. ഇത് വൈറലായി. നമ്മൾ ഒരു പാർട്ടിനെ ഇതാക്കാനോ പ്രോത്സാഹിപ്പിക്കാനൊന്നുമല്ല പറയണത് വീഡിയോ. പക്ഷേ ഉസ്മാൻ കേരളത്തിൽ നിന്ന് തരംഗമാണ്. ഓക്കെ, ഇനിയും ഇതുപോലെ തന്നെ എല്ലാവരും ചേർത്ത് പിടിച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. വാർഡ് നിലനിർത്തുക അല്ലേ? ജനങ്ങൾ ആരാണെങ്കിലും പിന്നെ ഇതേപോലെ കിണർ പണിക്കാരാണെങ്കിലും കൂലിപ്പണിക്കാരാണ്, സാധാരണക്കാരനാണ് കൂടെ നിൽക്കുക. സ്ഥാനാർത്ഥിന്റെ ഒരു ക്വാളിറ്റിയാണ്. ഏത് അടിത്തട്ടുള്ളവനും കാണും, അതാണ് അടിത്തട്ടിൽ ഷാബുക്ക ഉണ്ടായി. അപ്പൊ അടിത്തട്ടിന്ന് കണ്ട് ആദ്യമായിട്ടാണോ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇങ്ങനെ മെമ്പറായിട്ട് വരുന്നത് അല്ലേ? മെമ്പറായിട്ട് ഫസ്റ്റാണ്. പാർട്ടി പ്രവർത്തനത്തിൽ ലീഗില് പിന്നെ ലീഗില് ഇപ്പൊ ഭാരവാഹിത്വം വഹിക്കുന്നുണ്ട്. ലീഗിന്റെ ജനറൽ സെക്രട്ടറിയോ ഭാരവാഹിത്വം വഹിക്കുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. പേരെന്താ നിങ്ങളെ? ഷഹാബുദ്ദീൻ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് മറക്കണ്ട. എല്ലാവരും ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും, നമസ്കാരം.